ഇത് ഈ ജാഥ എന്താ നിങ്ങളുടെ യാത്ര പൊളിയാണ് എന്ന് പറഞ്ഞു. സഖാക്കൾ പറഞ്ഞു ഇത് പൊളിയാണ്. അതെന്തർത്ഥത്തിലാ പറഞ്ഞത്? ഞങ്ങള് കംപ്ലീറ്റ് പൊളിക്കുകയാണ്. എല്ലാ സ്കൂളിന്റെയും എല്ലാത്തിന്റെയും മതിൽ പൊളിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. വേറെ ചില സഖാക്കൾ പറഞ്ഞത് ഇത് അടിപൊളിയാണെന്നാണ്. രണ്ടും ശരിയാണ്. അടിയുണ്ട്, പൊളിയുണ്ട്. കോട്ടയത്തിലെ പൊൻകുന്ന സ്കൂൾ പൊളിച്ചു, നെന്മാറ സ്കൂൾ പൊളിച്ചു, പാമ്പാടി പഞ്ചായത്ത് മതിൽ പൊളിച്ചു, തിരൂരിലെ സ്കൂളിന്റെ മതിൽ പൊളിച്ചു, മഞ്ചേരിയിലെ സ്കൂളിന്റെ മതിൽ പൊളിച്ചു, പറവൂരിലെ സ്കൂളിന്റെ മതിൽ പൊളിച്ചു, കോതമംഗലം സ്കൂളിന്റെ മതിൽ പൊളിച്ചു, പെരുമ്പാവൂർ സ്കൂളിന്റെ മതിൽ പൊളിച്ചു, മാളയിലെ സ്കൂളിന്റെ 3 മതിലുകൾ അവിടെ പൊളിച്ചു, ചെറുതുരുത്തിയിലെ സ്കൂളിന്റെ മതിൽ പൊളിച്ചു, വെമ്പല്ലൂർ കോളേജിന്റെ മതിൽ പൊളിച്ചു, മാവേലിക്കരയിലെ സ്കൂളിന്റെ മതിൽ പൊളിച്ചു, കോട്ടക്കൽ ഗവൺമെന്റ്, നമ്മളുടെ ഈ മണ്ഡലത്തിലെ കോട്ടക്കലിലെ ഗവൺമെന്റ് അവരുടെ എന്താണ് മെഡിക്കൽ കോളേജിന്റെ, ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ മതിൽ പൊളിച്ചു. എല്ലായിടത്തും പൊളിച്ചു. ഞാൻ ചോദിക്കുന്നത് ഇത് ആരുടെ, പച്ച മലയാളത്തിൽ ചോദിച്ചാൽ ആരുടെ അച്ഛന്റെ പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ കട്ടുന്ന പൊളിക്കുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. നിങ്ങളൊരു ബസ്സോ ഉണ്ടാക്കി, അത് നിറങ്ങാൻ വരെ ലിഫ്റ്റാണ്. പിന്നെ ഈ കുന്ത്രാണ്ട പോയി സ്റ്റേജിന്റെ അടുത്ത് നിൽക്കണമെന്ന് പറയുന്നത് എന്ത് മോശത്തരമാണോ? ഒരു 2 അടി ഇറങ്ങാനും നടക്കാനും പറ്റാത്ത ഈ സാധനത്തിന് എന്തിനായി കാസർഗോഡ് നിന്ന് കെട്ടുകാഴ്ച പോലെ തിരുവനന്തപുരത്ത് കൊണ്ടുപോണത്? എന്തിനായി കൊണ്ടുപോണത്? എനിക്ക് സംശയം അതല്ല. 2 അടി ഇറങ്ങാൻ പറ്റാത്തവന് എങ്ങനെയാണ് ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുളിക്കണത്? അപ്പൊ അവിടെ മൂപ്പരല്ല കുളിക്കണത്. പിന്നെ ആർക്ക് കുളിക്കാനായി ഞങ്ങളെ പൈസ എടുത്ത് കൊള്ളണ്ടാക്കിയത്? അത് പറഞ്ഞേ. ഇതെന്തൊരു മനുഷ്യനാണ്, എന്തൊരു ഭരണാണ്? രാജ്യത്ത് ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്.